ആദ്യം ചൊല്ലും നിൻകാവൻ കണ്ണാടി വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും കുറുമിയെടുക്കും പടവീരൻ വിനോദിനകടകം ഈ പ്രകടനത്തിന്റെ നിറ സാന്നിധ്യം സൗമ്യ സത്യത്തിൽ സൗമ്യയുടെ ആ സൗമ്യ ചാൻസസ് അതിലോട്ട് അവളെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ സൗമ്യയെ നമുക്ക് എങ്ങനെയാലും എന്താ പറയുക ആരാധിക്കുന്ന രീതിയിൽ കൈയടി കൊടുക്കണം. നടുമാറും കനിമരം ഇനി വരും മുനിവരും നടുമാറും കനിമരം പനി വീഴും മലവനും ഉൻ പാർവൈ ഒരു വരം சிரித்து கண்கள் மூடும் மகிழும் மரவனும் உன் பார்வை ஒரு வரம் மகிழும் மலர்வரும் உன் பார்வை ஒரு வரம் முனிவரும் முனிவரும் நடுமாறும் கனிமரம் இனிவரும் முனிவரும் നടുമാറും കനിമരം. നമ്മുടെ വീട്ടിൽ വന്ന ബിനുവിന് എന്തൊരു മ്യൂസിക്കിന്റെ Why don't you give a big hand to him, please?
എന്നുള്ളിൽ മൗനം വാങ്ങും ജന്മങ്ങൾ ഉൾവന്നിൽ നാദം നൽകും ഹംസങ്ങൾ പാടുന്ന ഗീതം മരുളി ജന്മങ്ങൾ ഉൾവന്നിൽ നാദം നൽകും മതിരല ചൂടും വെള്ളിൻ ചാരുതയിൽ പറന്നേകുന്നു മരം മറന്നാടുന്നു സ്വപ്നങ്ങൾ നേരും അവരത്നങ്ങൾ പെയ്തും പൊന്നിലെ എന്നുള്ളിൽ മൗനം വാങ്ങും ചെന്തളിയുകളോലും കന്യാവാടികളിൽ വരം നേടുന്നു സ്വയം വരം കൊള്ളുന്നു ഹേമന്തം പോലെ അവവാസന്തം പോലെ പൊന്നിലെ എന്നുള്ളിൽ മൗനം വാങ്ങും ദൂതും പേറി തേനും മേഘം ഹംസങ്ങൾ പാടുന്ന ഗീതമിനിയും ഇനിയും മരുളി ലാ 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 ലാ. കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ സ്നേഹോദാരമിൻ ജീവനിൽ വാഴുന്ന
യേശു തമ്പുരാനെ മേലെ മാനത്തെ യേശുവേ ഒന്നു വരാമോ യേശുവേ 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 നീ അന്ന് പയ്യന്റെ കൂട്ടിൽ പിറന്നത് പുല്ലോലമെത്തയിലായിരുന്നു കീറുന്ന മണ്ണിൻ തണുപ്പിലും കാഞ്ഞത് നെഞ്ചിലെ തീക്കനലായിരുന്നു സ്നേഹത്തിൻ തീക്കനലായിരുന്നു അമ്മത് നെഞ്ചിലെ തീക്കനലായിരുന്നു. ഇതിനോട് ഞങ്ങളൊരു 15 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഈശോ മറിയ യോസേപ്പിനെ പറ്റിയൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരെ പറ്റിയും ജോർജിനെ പറ്റിയും പിന്നെ കുറച്ച് പൊതുവിജ്ഞാനം. അത് ജോർജിൽ നിന്ന് എന്തോരം ഈ അറിവുകൾ അതിനെ നേടിയെടുത്തു എന്നറിയാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും പണിഷ്മെന്റ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യങ്ങൾ വായിക്കാം, അതുപോലെ തന്നെ അതിന് ഉള്ള ഉത്തരവും വായിക്കാം. ആദ്യത്തെ ചോദ്യം, പെണ്ണ് കാണാൻ വന്നപ്പോൾ ജോർജ് ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം, അതിന് ഏതെങ്കിലും ഉത്തരം നീലയാണ്. ശരിയാണോ? പെണ്ണ് കാണാൻ പോയവരെ അതെ. രണ്ടാമത്തെ ചോദ്യം, ആദ്യം ഞാൻ അതിന്റെ ഉത്തരം ജോർജിനോട് ചോദിക്കാം, അത് എന്നിട്ട് ഇതിൽ ഏതേക്കണം ഉത്തരം കാണിക്കാം. ജോർജിന്റെ കാറിന്റെ നമ്പർ എത്രയാ? 9273. ഇതിൽ ഏതെങ്കിലും 3626 എന്നാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു പണിഷ്മെന്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പാട്ട് 4 പേര്. ഫുൾ മാർക്സ് ആണ്. അപ്പൊ 2-ന് അല്ല, അതെ അതെ, നമ്പർ തെറ്റിയെന്താ? അത് ഒരു മിനിറ്റ്, ഈ ഉത്തരങ്ങളൊക്കെ അതിനെ എഴുതിയതല്ലേ? അതതിനെ സമ്മതിച്ചിട്ടുണ്ടോ? ജോർജും അദീനയും മാത്രമായി കറങ്ങാൻ പോയ സ്ഥലം, ഉത്തരം എഴുതിയേക്കുന്നത് ബീച്ചിൽ നിന്നാണ്. ജോർജ് ശരിയാണോ? അപ്പൊ അടുത്ത പണിഷ്മെന്റ് PP ഷൈജു ആയിരിക്കും. ഉത്തരം തെറ്റാണെന്നുണ്ടെങ്കിൽ ജോർജ് പറയണം, അപ്പൊ അടുത്ത പണിഷ്മെന്റ്. അപ്പൊ നീ ജോർജിനായിക്കോട്ടെ പണിഷ്മെന്റ്. അപ്പൊ ജോർജ് എന്ത് ചെയ്യണം? അതാ അടുത്ത ചോദ്യം ചോദിക്കാം. കാര്യം നേടാൻ ആരെയാണ് ആദ്യം അതിനെ കയ്യിലെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ഉത്തരം എഴുതിയേക്കുന്നത് ജോബി ഇരുമ്പൻ. അഞ്ചാമത്തെ ചോദ്യം, ജോർജ് US എവിടെയായിരുന്നു? ഉത്തരം എഴുതിയേക്കുന്നത് ജംഗ്ഷനിലായിരുന്നു എന്നാണ് എഴുതിയത്.
ആ ശരിയാണോ? അടുത്ത ചോദ്യം. US നിന്ന് വന്നപ്പോൾ അദീന ജോർജിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിച്ചത് എന്ത്? ഉത്തരം ഉമ്മ. നിന്ന് വന്നപ്പോൾ ജോർജ് എന്താണ് തന്നത്? ഉത്തരം കടീന്ന ഇതേക്കണം. ജോർജിനെ എട്ടാമത്തെ ചോദ്യം. ജോർജിനെ ആദ്യം കണ്ടപ്പോൾ തോന്നിയത് എന്ത്? കടിഞ്ഞാണില്ലാത്ത കുതിര. ജോർജിനെ അടുത്തെറിഞ്ഞപ്പോൾ മനസ്സിലായത് എന്ത്? എന്തായിരിക്കും? എനിക്കറിയില്ല. നിങ്ങളൊരു ഗസ് വർക്ക്. കടിഞ്ഞാണുള്ള കുതിര. ഉത്തരം കഴുത. ഒരു ഉത്തരം ശരിയായില്ല. ദാമ്പത്യ ജീവിതം എങ്ങനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്? ഇഡ്ഡലി ആയിട്ട്. വസ്ത്രാക്ഷേപം ഇതേ. അതിന് അടുത്തത്. എത്ര കുട്ടികൾ വേണമെന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? 14. ഓ, ജോബിചാച്ചന്റെ പാട്ട് കേട്ടോണ്ടായിരിക്കും. ആ, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ 15ാമത്തെ കുട്ടി എന്ന ആഗ്രഹവുമായി ജോർജ് വന്നാൽ അദീന എങ്ങനെ പ്രതികരിക്കും? ഉലക്ക കൊണ്ടടിക്കുന്ന ഇതാണ്. കുടുംബജീവിതത്തിൽ ആദ്യം ആരെയാണ് ഒതുക്കേണ്ടത്? ഷീല ഇരുമ്പൻ. പിന്നെ സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ആദ്യം ഒഴിവാക്കാൻ തീരുമാനിച്ചത് ആരെയാണ്? ഉത്തരം അല്ല, ജോസഫ് ഇരുമ്പനാണ്. അവസാനത്തെ ചോദ്യം ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരിലും ഒരുപോലെയുള്ള കഴിവ് നടനെന്ന് എഴുതിയേക്കണേ. അതെ, അന്നാ പാട്ടൊന്നും ഇട്ട് നോക്കുക. അവര് അഭിനയിച്ച് കാണിക്കുന്നതോ. രണ്ടുപേരും പ്ലീസ് സ്റ്റേജിലോട്ട് വരണം. അന്ന് പെണ്ണുകാണാൻ വന്നപ്പോ ശോഭ കൊടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്ത് നല്ല ചർച്ചയായിരുന്നു. അന്ന് എന്തിനാ ഇത്ര നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ? ശോഭയുടെ ദിനേശ് ചേട്ടനായിരുന്നില്ലേ? എന്തൊന്നും മിണ്ടാത്തെ? ഞാൻ ഈയിടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു. അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. എന്റെ വക ആദ്യമായി ഒരു സമ്മാനം. പിന്നെ പാലിന്റെ കാര്യം എന്തായി? ഒരു ഗ്ലാസ് പശുവും പാൽ? അല്ലേ, വേണ്ട. എനിക്ക് ലേറ്റ് ആയി പോയി. എല്ലാരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ?
പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ? ഓക്കെ, നന്നാക്കി എടുക്കാം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും പേരിൽ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്.